നമസ്കാരം. മലയാളികൾക്കേറെ ഇഷ്ടമുള്ള നടനാണ് സുരേഷ് ഗോപി. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ്. അതിനുമപ്പുറം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ കുറിച്ച് നടനെ കുറിച്ചും ചർച്ചയാകാറുണ്ട്. സുരേഷ് ഏട്ടനെ നടനെന്ന നിലയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി. ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം മലയാളം സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലും സിനിമയിലും സജീവമായി നിലനിൽക്കുകയാണ് നടൻ. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായുള്ള വിവരങ്ങളാണ് അടുത്തിടെയായി വന്ന റിപ്പോർട്ടുകൾ. കാരണം അടുത്തിടെ മകൾ ഭാഗ്യയുടെ വിവാഹ വാർഷികത്തിന് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മകൾക്കും മരുമകൻ ശ്രേയസിനും ആശംസകൾ നേർന്നുള്ള പോസ്റ്റിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് ഗായകൻ ജയചന്ദ്രന്റെ മരണം. അദ്ദേഹത്തെ കാണാൻ പോലും നടൻ എത്താത്തത് ചർച്ചയായിരുന്നു. എന്നാൽ എന്താണ് സുരേഷ് ഗോപിക്ക് പറ്റിയതെന്ന് എവിടെയും ആരും പറഞ്ഞതുമില്ല. ഇപ്പോഴിതാ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് ഗോപി. ജയചന്ദ്രന്റെ വിയോഗത്തിൽ മലയാളക്കര ഏറെ വേദനിച്ചിരുന്നു. അദ്ദേഹം അർഹിക്കുന്ന ബഹുമതികൾ നൽകിയാണ് കേരളക്കര അദ്ദേഹത്തിന് വിട ചൊല്ലിയത്. 80-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. അദ്ദേഹം രോഗബാധിതനായി ഏറെ നാളുകൾ ചികിത്സയിലായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത വേദനയിലാണ് സുരേഷ് ഗോപി ഇന്ന്. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് താനും കിടപ്പായി പോയി, അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെന്ന് പറയുകയാണ് അദ്ദേഹം. നഷ്ടമെന്ന് എല്ലാവരും പറയും, പക്ഷെ വേദനയാണ്. ഇല്ല എന്നുള്ള വേദന തിരിച്ചറിവാണ്. അടുത്ത പാട്ട് ഇനി ഭാവഗായകന്റേതായി ഇല്ല എന്നതാണ്. നമ്മളെ സുഖിപ്പിക്കാൻ, തലമുറകളോളം ആളുകളെ സുഖിപ്പിക്കാൻ ഉള്ള പാട്ടുകളുണ്ട്, പക്ഷെ അദ്ദേഹം ഇനിയില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പുതുതായി ഒന്നുമില്ല എന്ന് പറയുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്നെ കാണുമ്പോൾ ആദ്യം പറയുന്നത് എനിക്ക് നീ ആരുമല്ല, ഗോപിച്ചേട്ടന്റെ മകൻ എന്ന നിലയിലാണ് നീ എനിക്ക് വേണ്ടപ്പെട്ടവനായതെന്നാണ്. അദ്ദേഹത്തിന് വയ്യാതെ കിടക്കുമ്പോഴും മരണം സംഭവിക്കുമ്പോഴും ഞാൻ സുഖമില്ലാതെ കിടന്നുപോയി. ഇന്നാണ് പുറം യാത്രയ്ക്ക് ഞാൻ ഇറങ്ങിയത്. നഷ്ടമെന്ന് എല്ലാവരും പറയും, പക്ഷെ വേദനയാണ്. ഇല്ല എന്നുള്ള വേദന തിരിച്ചറിവാണ്. അടുത്ത പാട്ട് ഇനി ഭാവഗായകന്റേതായി ഇല്ല എന്നതാണ്. നമ്മളെ സുഖിപ്പിക്കാൻ, തലമുറകളോളം ആളുകളെ സുഖിപ്പിക്കാനുള്ള പാട്ടുകളുണ്ട്, പക്ഷെ അദ്ദേഹം ഇനിയില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പുതുതായി ഒന്നുമില്ല. അത് വേദനയാണ് എനിക്ക്. കാലഘട്ടം താണ്ടി പുനഃസ്ഥാപിതനായ ഗായകനാണ്. നക്ഷതങ്ങളിൽ ഒക്കെ ഒരു പുതിയ ഗായകനെ പോലെയായിരുന്നു. കേവലം മാതൃഭാഷ, അതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ സമ്മാനങ്ങളാണ്. നഷ്ടം തന്നെയാണ് വിയോഗം, വേദന തന്നെയാണ് എന്നും സുരേഷ് ഗോപി ജയചന്ദ്രന്റെ വീട് സന്ദർശിച്ച ശേഷം പറഞ്ഞു. മകളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ കഴിയാത്ത സങ്കടവും സുരേഷ് ഗോപി പങ്കിട്ടിരുന്നു. ഈ ഒരു സ്പെഷ്യൽ ഡേ നമുക്ക് ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ ആരോഗ്യസ്ഥിതി കാരണം എനിക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല. എനിക്ക് കുറച്ചൊന്ന് സുഖപ്പെട്ട് കഴിയുന്നത് വരെ ഈ ആഘോഷം നമുക്ക് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കാം എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. അതേസമയം ഒറ്റക്കൊമ്പൻ എന്ന ചിത്രമാണ് നടന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. കടുവാക്കുന്നിൽ കുറവച്ചനായി സുരേഷ് ഗോപി വേഷമിടുന്ന ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരുന്നു. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രമെന്ന പ്രത്യേകതയും ഒറ്റക്കൊമ്പനുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ചതും എന്നാൽ പല കാരണങ്ങളാൽ നീണ്ടുപോകുകയുമായിരുന്ന ചിത്രം കൂടെയാണ് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിയുടെ 250-ാമത്തെ ചിത്രം കൂടിയാണിത്. 2020-ലാണ് ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചത്. എന്നാൽ പൃഥ്വിരാജ് ചിത്രം കടുവയുടെ പ്രമേയവുമായി സാമ്യമുണ്ടെന്ന ആരോപണം വന്നതോടെ ഒറ്റക്കൊമ്പന് പകർപ്പവകാശ നിയമപ്രകാരം സ്റ്റേ വന്നിരുന്നു.